കേരള പോലീസ് അമ്പേ പരാജയപ്പെട്ടു. മാത്രമല്ല ഇനിയിപ്പോൾ നാളെ രാഹുൽ നിലപാട് മാറ്റിയാൽ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ അദ്ദേഹത്തിന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും അതും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും എവിഡൻസ് ഉണ്ടെന്നൊക്കെ വീമ്പടിച്ചിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞ 2 ആഴ്ച കാലം. അത് സർക്കാരിൻ്റെ കഴിവുകൾ. ഞങ്ങൾക്ക് ഇതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ സർക്കാർ പോലീസ് എന്താ വെച്ചാൽ ചെയ്യട്ടെ. അതാണ് പാർട്ടി നിലപാട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെയും ആത്മവിശ്വാസമാണോ വലിയ തരത്തിൽ UDF തിരിച്ചു വരുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് UDFന് നല്ല ചാൻസ് രണ്ടാം ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലകളിലും ഉണ്ടാവും. മലബാറിൽ പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് UDFനുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെ 3 കോർപ്പറേഷൻ ഉൾപ്പെടെ UDF വിജയിക്കുന്നതാണ്. കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാരിന് എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. രാഹുൽ ഇപ്പോൾ ജാമ്യം ലഭിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അമൽ തെനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സ്വാഭാവികമായിട്ടും സർക്കാരിന് നേരെ തന്നെയാണ് ചോദ്യം ഉന്നയിക്കപ്പെടുക. ഇത്രയും ദിവസം 15 ദിവസമായി ഒളിവിലുള്ളയാൾ നാളെ ഇനി ജാമ്യത്തിലിറങ്ങി പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് അതിജീവിതയ്ക്കും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പറഞ്ഞവർക്കുമൊക്കെ നേരെയുള്ള അയാളുടെ ഒരു പ്രകടനമായി തന്നെ, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ നീക്കം അങ്ങനെ തന്നെ വായിക്കേണ്ടി വരികയും ചെയ്യും. ഇത് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു സൂചനകൾ ലഭ്യമാകുന്നത്? രാഹുൽ നാളെ വോട്ട് ചെയ്യുമോ? രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. കാരണം നാളെ ഇപ്പോൾ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സമയത്ത് രാഹുൽ വോട്ട് ചെയ്യാൻ എത്താനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുകയും ഈ പ്രോസിക്യൂഷൻ അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയിൽ നിന്നും ഈ നിലവിൽ അനുവദിച്ച ജാമ്യം റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായാൽ ആ സെക്കൻഡിൽ അറസ്റ്റ് ഉണ്ടാകും. പിന്നീട് ഇത്രയും കാലം ഒളിവിലിരുന്നത് വെറുതെയാകും. അതിനാൽ തന്നെ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല നാളെ ഇപ്പോൾ രാഹുൽ വന്ന് ലാൻഡ് ചെയ്താൽ പോലും വോട്ട് ചെയ്താൽ പിന്നീട് രാഹുലിന് ഒളിവിൽ പോക്ക് എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. മറഞ്ഞിരിക്കാനാവില്ല. 15-ാം തീയതി ഹൈക്കോടതിയിൽ ആദ്യത്തെ കേസിലെ ജാമ്യാപേക്ഷ വരുന്നു. അതിൽ തീരുമാനം വരുന്നു. അതിൽ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനമെടുത്ത് ജാമ്യം നൽകുന്നില്ല എന്നൊരു തീരുമാനം ഉണ്ടായാൽ സ്വാഭാവികമായും പോലീസിന്റെ കൺവെട്ടത്തുള്ള ഒരു ആളായി രാഹുൽ മാറും. അപ്പോൾ തന്നെ അറസ്റ്റ് ഉണ്ടാകും. അതിനാൽ നാളെ ഇപ്പോൾ രാഹുൽ വന്നിറങ്ങി കൊടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല രാഹുൽ വരേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. പാർട്ടിക്ക് പുറത്താണ്. രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ കൂടി രാഹുൽ വന്നാൽ അത് UDFനെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു ആശങ്ക UDF കേന്ദ്രങ്ങളിലുണ്ട്. നിലവിൽ എന്തായാലും കെ മുരളീധരൻ പറഞ്ഞതുപോലെ രാഹുലിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. കോടതിയുടെ ഈ തീരുമാനത്തെ വിമർശിച്ച്, ഈ ജാമ്യം അനുവദിച്ച തീരുമാനത്തെ വിമർശിച്ച് പല കോണുകളിൽ നിന്നും ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി കോടതിയുടെ തീരുമാനത്തെ വിമർശിക്കാനൊന്നും ആർക്കും അധികാരമില്ല. അത് കോടതിയുടെ തീരുമാനം തന്നെയാണ്. കോടതിക്കും അപ്പുറത്തേക്ക് ഒരു കോടതിയായി ആരും മാറേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷന്റെ കാര്യത്തിൽ ഇത്രയും അധികം തെളിവെന്നല്ല, ഇത്രയധികം ഗുരുതരമായ പരാമർശങ്ങളുമായി വന്ന ഒരു പരാതി, അതിൽ മൊഴിയുണ്ട്. പരാതിയിൽ കോടതി വിധികൾ പലതും സാധാരണക്കാർ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് സാഹചര്യം ഉണ്ടാകുന്ന ദിവസങ്ങളൊക്കെ തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരികയും ചെയ്യുന്നത്.